ഞങ്ങളുടെ ബോളുകൾ പോയി അതെടുക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ബോളൊന്നുമില്ല. വീട്ടിൽ പോടാ. ചേട്ടാ അതെ ഞങ്ങളുടെ ബോള്. ചേട്ടാ വിട് ചേട്ടാ. എടാ ഇത് വലിച്ചാ ഞാൻ നിനക്ക് ബോൾ തരാം. ചേട്ടാ എനിക്കതൊന്നും വേണ്ട, എനിക്ക് എന്റെ ബോള് മാത്രം മതി. എനിക്ക് വേണ്ട. എന്താ വൈകിയേ? വേഗം പോവാ. എടാ എന്താ പറ്റിയ, എന്താ പ്രശ്നം? അവിടെ കുറെ ആൾക്കാർ എന്തൊക്കെ വിളിച്ചിട്ട് ആകെ പുകയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അവര് എൻ്റെ കൈ പിടിച്ചിട്ട് എന്തൊക്കെ വലിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവര് നിങ്ങളെന്തെങ്കിലും ചെയ്താ? എന്നിട്ട് എൻ്റെ കൈ പിടിച്ചു വെച്ചു. എടാ നമുക്ക് ആരെങ്കിലും പറഞ്ഞാലോ? നമ്മുടെ വീട്ടിൽ പറയണമെന്നല്ലേ മാം പറഞ്ഞേക്കുന്നു. അത് വേണോ? അത് ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യൂ. നമ്മളെന്തിനാ പേടിക്കണേ? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് ആരുടെ അടുത്ത് പറയാം? എന്നാൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം. ചേട്ടാ എന്തി മോനെ? ചേട്ടാ അവര് ഞങ്ങളവിടെ പിടിച്ചു നിർത്തി പേടിപ്പിച്ച്. ആശനെ നമുക്ക് ഉമ്മാരെ ഇപ്പൊ തന്നെ ശരിയാക്കാം. ആശാൻ പേടിക്കണ്ട, എന്റെ ജീവൻ പോവാതെ ആശാനെ ആരും തൊടില്ല. അപ്പൊ അതിന്റെ ഒരു തീരുമാനായി. മക്കളെ അവരവിടെ ഉണ്ട്. ഇപ്പൊ മെമ്പറേ നമുക്കൊന്ന് പോയി നോക്കിയാലോ? നിക്ക്, ഞാനൊന്ന് സ്റ്റേഷൻ വിളിച്ച് നോക്കട്ടെ. അവർക്കിവിടെ തന്നെ ഒരു 5 മിനിറ്റ് മതിയല്ലോ. ഹലോ, ഓക്കെ ശരി എന്നാ. പോലീസ് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. മെമ്പറല്ലേ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ. അവരെല്ലാവരും കിട്ടി. ഞങ്ങൾ കുറച്ചാളായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പിടികിട്ടാപ്പുള്ളി ഉണ്ടായിരുന്നു. ഈ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ ഡ്രഗ്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. അവനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവനെയും കിട്ടി. താങ്ക്സ് ഇട്ടാ. അയ്യോ സാറേ, എനിക്കല്ല താങ്ക്സ് പറയേണ്ടത്. ദേ ഈ കുട്ടികൾക്കാ. ഇവരാ ഇതിനൊക്കെ ഞങ്ങൾ സഹായിച്ചേ. ആഹാ മിടുക്കന്മാരാണല്ലോ. നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയണത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മിടുക്കന്മാർക്കും താങ്ക്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ. എന്തായാലും കുട്ടികൾ ചെയ്ത് നല്ലൊരു കാര്യമല്ലേ. മക്കൾ ഏത് സ്കൂളിൽ പഠിക്കണേ? ഡോക്ടർ രാജുവേഷ് ഇന്റർനാഷണൽ സ്കൂൾ മാള. ആഹാ കൊള്ളാലോ. ഇന്ന് ഏതായാലും മിടുക്കികൾക്കും മിടുക്കന്മാർക്കും ചേട്ടന് കൈ നിറയെ മിഠായി. വേണ്ട സാറേ, ഈ കുട്ടികൾക്ക് എൻ്റെ വക ഇന്നത്തെ ഫുൾ ചെലവ്. ഹാപ്പി ആയില്ലേ?